വിദഗ്ധനായ തട്ടാനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വല്ലതും അല്പസ്വല്പം പണം കിട്ടുന്ന പണിയല്ലേ കിട്ടുന്നുള്ളൂ. കാര്യമായിട്ടൊന്നും കിട്ടുന്നുമില്ല. ഒരു പണമിട പോലും മായം ചേർക്കാത്ത തട്ടാനെന്ന് പ്രസിദ്ധനാണല്ലോ നിങ്ങൾ. നല്ല ലാഭം കിട്ടുന്ന പണികൾ വരാതിരിക്കില്ല. എല്ലാത്തിനും ഉണ്ടല്ലോ അതിൻ്റെതായ സമയം. വിവാഹ നിശ്ചയം ആർഭാടമായി തന്നെ നടത്താൻ മഹാരാജന്റെ കൽപ്പന മാത്രം മതിയല്ലോ. മന്ത്രി, ഖജനാവിലെ സ്വത്തുക്കളെല്ലാം പ്രജാക്ഷേമത്തിനായി ചെലവഴിക്കാനുള്ളതാണ്. സ്വന്തം മകളുടെ കാര്യത്തിനായി ആർഭാടമായി ചെലവഴിച്ച് പ്രജകളുടെ അപ്രിയം ക്ഷണിച്ചു വരുത്താൻ പാടില്ലാത്തതാണ്. നമുക്ക് എന്റെ ഭവനത്തിലേക്ക് പോകാം. നീരാട്ടും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി ഉറങ്ങിയ ശേഷം നാളെ യാത്ര തുടരാം. അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ലേ? ഞങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ. അതിനെന്താ, ഇത്രയും പേർക്ക് വച്ചു വിളമ്പാനുള്ള വിഭവങ്ങളൊക്കെ എന്റെ ഭവനത്തിലുണ്ടാവും. പിന്നെ എന്റെ ഭാര്യ പുഷ്കരവതി ശിവപാദരെ സൽക്കരിക്കുന്നതിൽ ഏറെ താല്പര്യമുള്ളവളാ. ശിവപാദർക്ക് ആതിഥ്യമരുളാൻ അവസരം നൽകിയിരിക്കുന്നത് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെയാണ്.